അപ്പോൾ ഇന്ന് നമ്മളുള്ളത് സ്നോ പാർക്കിലാട്ടോ. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടോ 560 എന്തോ ആണ് ഒരാൾക്ക് റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ മുമ്പ് ഷൂ, ഷോക്സ്, പിന്നെ അതുപോലെ ഒരു ജാക്കറ്റൊക്കെ തരും കേട്ടോ. അതൊക്കെ എടുത്തിടുക. എൻ്റെ ഷൂവും ഷോക്സൊക്കെ ഞാൻ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞ്. മറ്റോ ഇടണ കോലം കണ്ടങ്ങൾ ഇങ്ങനെ കുറച്ചു നേരം കാത്തു നിന്നാണ് സാധനം ഇട്ട് റെഡി ആയിട്ടോ. ചെക്കനും ഞാനും ഇനി കയറാൻ പോവാട്ടോ. അങ്ങനെ ഏതായാലും ഇട്ടിയില്ലേ, ഇനി 2 ഷോടായി അടിച്ചിട്ട് കാണിക്കണം കേട്ടോ കോപ്രായങ്ങൾ. അങ്ങനെയൊക്കെ റെഡിയായി. ഞങ്ങൾക്ക് ഫ്രിഡ്ജിൻ്റെ കവാടം തുറന്നിരിക്കുന്നു ഗായ്സ്. കയറിയതും DJ കേട്ടോ. അപ്പം അതിലൊന്നും നമ്മൾ കയറാന്നില്ല. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉള്ളതൊക്കെ നോക്കാം നമുക്ക്. ചെക്കൻ ഐസ് കണ്ട ഊറ്റത്തിലാട്ടോ. നമുക്കതൊന്നും വിഷയമല്ല, ചെക്ക ഊറ്റത്തിലാണ്. അപ്പം നെറൂന്ന് മഞ്ഞ് വീകണ കാഴ്ച കേട്ടോ അത്. അതിൻ്റെ ഉള്ളിൽ നെറൂലൊരു സാധനം ഉണ്ട്. ആ മെഷീന്ന് മഞ്ഞിങ്ങനെ വീഴും. അതാട്ടോ സംഭവം. അങ്ങനെ ഞങ്ങൾ മേലെ കയറി നോക്കിയപ്പോൾ അവിടെ കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ കുറച്ചൊരു വെയിറ്റ് ചെയ്ത് സ്ലൈഡിങ് ആട്ടോ. അപ്പം ഞങ്ങളും അതിൽ കയറി ആദ്യവും കയറിപ്പോയിട്ടോ. പിന്നെ ഞാനും പോയി. പിന്നെ ഞങ്ങൾ അവിടെ ഉള്ള സ്റ്റേച്യൂൻ്റെ അടുത്തൊക്കെ പോയി ഒരു പിക്കൊക്കെ അടിച്ചിട്ടോ. അങ്ങനെ ആയിക്കോട്ടെ നടന്നപ്പോഴാട്ടോ സ്ലൈഡിങ് ഇരുന്ന് സ്ലൈഡ് ചെയ്യാൻ പറ്റിയ സാധനം കിട്ടി. പിന്നെ ഒന്നും നോക്കിയില്ല, ചെക്കനോട് വലിപ്പിച്ച്. അങ്ങനെ ഇനിയും കൊണ്ട് വലിക്കണട്ടായി കാണുന്നതൊക്കെ. അങ്ങനെ അതിൽ കുറച്ചു നേരം ഇങ്ങനെ കളിച്ചു കുത്തർന്ന്. ഓൻ കുറച്ച് കൊങ്ങിനെങ്കിൽ ഞാൻ ഹാപ്പി ആട്ടോ. അത് മതി. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ അവിടെ ഒന്നുമില്ല കേട്ടോ. വെറുതെ അതിൻ്റെ ഉള്ളിൽ കയറി അതേമാതിരി ഇറങ്ങി പോകുന്നത്. അങ്ങനെ 1 മണിക്കൂർ എന്തോ ടൈമുണ്ട്. അവരെ നമുക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. അതിന് മാത്രം പരിപാടിയും കാര്യങ്ങളൊന്നും അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി പോകുന്നത്. ഞങ്ങൾ നെക്സ്റ്റ് കയറി കുറച്ച് ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചതിൻ്റെ ശേഷം ഞങ്ങൾ നേരെ വിട്ടത് ബീച്ചിൽ കേട്ടോ. കുറച്ച് നേരം നമ്മൾ ബീച്ചിലൊക്കെ ഉത്തർന്നു കേട്ടോ. എന്നിട്ട് വിശപ്പ് തീരുന്നില്ല. പിന്നെ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ റിട്ടേൺ വരേക്കിന് വിട്ട്.